നമസ്കാരം. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് കുംഭമേളയെക്കുറിച്ച് വളരെ മോശമായിട്ട് പരാമർശിച്ചു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിൽ നിന്ന് മഹത്തായ വാക്കുകളൊന്നും ഹിന്ദുക്കൾ പ്രതീക്ഷിക്കുന്നതുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഹിന്ദുവിനെയോ സനാതന ധർമ്മത്തെയോ ഭാരതീയ സംസ്കാരത്തെയോ രാഷ്ട്രമാതാവിനെയോ അംഗീകരിക്കുന്നവനല്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന കമ്മ്യൂണിസം ഇന്ന് അമ്പലങ്ങളിൽ പ്രസിഡന്റാകുവാൻ ഓടി നടക്കുന്നത് ആ പാർട്ടിയുടെ ഗതികേടായിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല, പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും കമ്മ്യൂണിസം. അപ്പോൾ കമ്മ്യൂണിസം ഇന്നെന്തുകൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭരണം ഏറ്റെടുക്കുവാനും ഉപദേശക സമിതിയിലൊക്കെ വരുന്നതെന്ന് ചോദിച്ചാൽ, ആ പാർട്ടിയിൽ നിന്ന് ഹിന്ദുക്കൾ കൂട്ടത്തോടുകൂടി BJP-യിലേക്ക് അല്ലെങ്കിൽ ഹൈന്ദവ ബോധത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണെന്നൊക്കെ പറയുവാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് പരിപാടി മാത്രമാണത്. ഇനി കുംഭമേളയിലേക്ക് വരുമ്പോൾ ഇതിനൊപ്പമുള്ള വീഡിയോ ക്രൈസ്തവ പുരോഹിതന്മാരും ഇസ്ലാമിക ക്രൈസ്തവ മതങ്ങളിലും തത്തുല്യമായ ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത് തെളിയിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണ്. മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അവന് സാമാന്യ ബുദ്ധിയും വിശേഷ ബുദ്ധിയും ഉണ്ട്. അപ്പം വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എന്ന ആസുരിക വികാരങ്ങളും സത്യം, ധർമ്മം, സ്നേഹം, നീതി, ദയ, സഹതാപം, കാരുണ്യം, ആർദ്രത തുടങ്ങിയ ദൈവിക വികാരങ്ങളുമുണ്ട്. അപ്പൊ ദൈവിക വികാരങ്ങളെ ഉണർത്തുവാനും ഉയർത്തുവാനും ആസുരിക വികാരങ്ങളെ തളയ്ക്കുവാനും മനുഷ്യന് സാധനാ പദ്ധതികൾ, ചടങ്ങുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളുണ്ട്. അതിൽ ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ക്ഷേത്രവും അനുബന്ധമായ വിശ്വാസങ്ങളും. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷയാത് ത്രായത്തെ ഇതി ക്ഷേത്ര എന്നാണ്. ക്ഷയത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് ക്ഷേത്രം. അവിടെ കല്ലാണോ പ്രതിഷ്ഠിച്ചതെന്ന് ചോദിച്ചാൽ കല്ലല്ല, സങ്കല്പം എന്നാണ് ഹിന്ദുക്കൾ പറയുക. അതിന് വിഗ്രഹം എന്ന വാക്കാണ് ഉപയോഗിക്കുക. വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. ഒരു വസ്തുവിലൂടെ നിങ്ങൾ ഒരു തത്വത്തെ കാണുന്നുവെങ്കിൽ അതാണ് വിഗ്രഹം. ഇപ്പൊ ജോൺ ബ്രിട്ടാസിന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും ചെങ്കൊടി കത്തിച്ചാലോ ജോൺ ബ്രിട്ടാസ് നോക്കി നിൽക്കുമോ അല്ലെങ്കിൽ പ്രതികരിക്കുമോ? മിസ്റ്റർ ജോൺ ബ്രിട്ടാസ്, നിങ്ങളുടെ ചെങ്കൊടി എന്ന് പറയുന്നത് കടയിൽ കിടന്നപ്പോൾ ഒരു ചുവന്ന തുണിയായിരുന്നു. അത് ദീർഘചതുരാകൃതിയിൽ വെട്ടി അരിവാൾ ചുറ്റിക നക്ഷത്രം കൂടി വെച്ചപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് യുഗോസ്ലാവിയയിലും ചെക്കോസ്ലാവിയയിലും റുമേനിയയിലും ഹംഗറിയിലും പോളണ്ടിലും ഒക്കെ ഞങ്ങൾ വിപ്ലവം നടത്തി അധികാരത്തിൽ വന്നത് ഈ കമ്മ്യൂണിസമാണ്. ചെഗുവേരയുടെ, മാവോസെ തൂങ്ങിനെ പോലെയുള്ള ധീര വിപ്ലവകാരികളുടെ സ്മരണകളാണ് ഈ ചെങ്കൊടി. പുന്നപ്രയിലും കയ്യൂരിലും കരിവള്ളൂരിലും ഒക്കെ ധീരരക്തസാക്ഷികളുടെ ചോരയിൽ മുക്കിയെടുത്ത ചെങ്കൊടിയാണിത്. ഇത് തൊട്ടാൽ തൊട്ടവനെ തട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ച് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി അതിനു മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്ന താങ്കൾ വിഗ്രഹാരാധകനാണ് എന്ന് മനസ്സിലാക്കണം. ചെങ്കൊടി കാണുമ്പോൾ ഓർമ്മ വരേണ്ടത് ചുവന്ന തുണിയല്ല, കമ്മ്യൂണിസത്തെയാണ്. വിശേഷേണ ഗ്രഹിപ്പിക്കുന്നതെന്തോ അതാകുന്നു വിഗ്രഹം. വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. അപ്പൊ ഹിന്ദുവിന്റെ ക്ഷേത്രം എന്താണ്, വിഗ്രഹാരാധന എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ കുംഭമേളയാണ് താങ്കൾക്ക് വിഷമം ഉണ്ടാക്കിയത്. 45 കോടി ഭാരതീയരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ധർമ്മത്തെ അനുകൂലിക്കുന്നവരുമെല്ലാം ചേർന്നുകൊണ്ട് ത്രിവേണി സംഗമത്തിൽ, ഗംഗാ സരസ്വതി യമുന നദികളുടെ സംഗമത്തിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 മുതൽ, മകരസംക്രാന്തി മുതൽ ഫെബ്രുവരി 26 വരെ, ശിവരാത്രി വരെയുള്ള ഈ നാളുകളിൽ പുണ്യസ്നാനം ചെയ്യുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയുടെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഉപദ്രവവും ഈ 45 കോടി ഹിന്ദുക്കൾ ഉണ്ടാക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ, ഒരാളും ട്രെയിനിൽ പൊട്ടിത്തെറിക്കുന്നില്ല, ഒരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നില്ല, മലദ്വാരത്തിൽ സ്വർണം കൊണ്ടുവരുന്നില്ല, ഒരാളെയും ഉപദ്രവിക്കാതെ ഈ നാഗസന്യാസിമാർ ഉടുതുണിയില്ലാതെ വരുന്നു. ഇതൊക്കെയാണ് നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, അവര് വസ്ത്രത്തെ ഉപേക്ഷിച്ചവരാണ്, വസ്ത്രബോധത്തെ ജയിച്ചവരാണ്. അപ്പൊ അവർ ഹിമാലയത്തിന്റെ സാനുക്കളിൽ എവിടെയോ താമസിച്ച് 12 വർഷത്തിൽ ഒരിക്കലോ 144 വർഷത്തിലെ മഹാകുംഭമേളയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി അവർ വരുന്നു. ഏതാനും മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുന്നു, അവർ അവിടത്തേക്ക് തിരിച്ചു പോകുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ, ഒരു ഉപദ്രവവും ഇല്ലാതെ. മിസ്റ്റർ ജോൺ ബ്രിട്ടാസ്, നിങ്ങൾ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് നാഗസന്യാസിമാർക്കുള്ള ഒരു കേസ് നിങ്ങൾക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കാണിക്കാൻ സാധിക്കുമോ? ഇല്ല. അത്രമാത്രം ശുദ്ധരായ മനുഷ്യരാണ്. നിങ്ങളെ സംബന്ധിച്ച് അവർ പാൻ്റ് ഇട്ടില്ല, ഷർട്ട് ഇട്ടില്ല, അല്ലെങ്കിൽ വസ്ത്രം ഉപയോഗിച്ചില്ല. അവർ ആ ബോധത്തെ ജയിച്ചവരാണ്. അങ്ങനെ പല തരത്തിലുള്ള സന്യാസങ്ങളും ഭാരതത്തിലുണ്ട്. അതാണ് ഭാരതത്തിന്റെ പൈതൃകവും പാരമ്പര്യവും എന്ന് താങ്കൾക്ക് മനസ്സിലാവില്ല, എന്നാലും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അവിടെയെല്ലാം നിങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാരുടെ ചടങ്ങുകൾ, ഇസ്ലാമിൽ സാത്താനെ കല്ലെറിയൽ എന്നൊരു ചടങ്ങുണ്ട്. താങ്കൾക്ക് വിമർശിക്കുവാൻ നട്ടലുണ്ടോ, ധൈര്യമുണ്ടോ? ഒരു ചെറിയ കല്ലെടുത്ത് വലിയ കല്ലിനെ എറിയലാണ് സാത്താനെ കല്ലെറിയൽ. ഇസ്ലാമിക പ്രബോധകന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ഇസ്ലാം ചെയ്താൽ ഏറെ പുണ്യമുള്ളതും ചെയ്തില്ലെങ്കിൽ പാപമില്ലാത്തതുമായ കർമ്മമാണ് ഹജ്ജ് കർമ്മം. ഹജ്ജ് കർമ്മത്തിൽ ഷർട്ട് ഉപയോഗിക്കാറില്ല,
ഒരുപാട് വസ്ത്രം ധരിക്കുന്നവരാണ് ഇസ്ലാം. എന്നാൽ അവിടുത്തെ പുരുഷന്മാര് ഹജ്ജിന് പോകുന്ന സമയത്ത് അവര് ഇവിടെയുള്ള തിരുമേനിമാർ, നമ്പൂതിരി സമൂഹത്തിൽപ്പെട്ട ആളുകൾ ക്ഷേത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ ക്ഷേത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ചടങ്ങുകളാണോ അതിന് തത്തുല്യമായ ചടങ്ങുകളാണ് അവിടെ മക്കയിൽ നടക്കുന്നത്. അപ്പൊ ചെറിയ കല്ലുകൊണ്ട് വലിയ കല്ലിനെ എറിയുന്നു. ജീവനുള്ള സാത്താൻ അവിടെ വരാറില്ല. അപ്പൊ ചെറിയ കല്ല് മനസ്സിലെ തിന്മയും വലിയ കല്ല് തിന്മയുടെ പ്രതീകമായ സാത്താനുമാണ്. ഞാൻ എൻ്റെ മനസ്സിലെ ചെറിയ ചെറിയ തിന്മകളെ തിന്മയുടെ പ്രതീകമായ സാത്താനെയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അവർ വിഗ്രഹാരാധകരാണ്. മാത്രമല്ല ബ്ലാക്ക് സ്റ്റോൺ നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതിയാവും. ഒരു കറുത്ത ശിലയെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അങ്ങനെ ചുംബിക്കുകയാണ്. നബി ആദ്യമായിട്ട് ചുംബിച്ച ഒരു വിശ്വാസമാണ് അവരെ അങ്ങനെ നയിക്കുന്നത്. അപ്പൊ കറുത്ത ശിലയെ ചുംബിക്കുമ്പോൾ ഇസ്ലാമിന്റെ ആരാധനയാകുന്നു. സാത്താനെ കല്ലെറിയൽ ഇസ്ലാമിന്റെ ആരാധനയാകുന്നു. മുഹമ്മദ് നബി കുതിര പോലുള്ള ഒരു മൃഗത്തിന്റെ മുകളിൽ കയറി 7 ആകാശവും കടന്ന് ആകാശത്തിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറു വാക്ക് അതിനെതിരെ പറയുവാൻ നട്ടലും തൻ്റെ ഉണ്ടോ? നിങ്ങൾക്ക് ശബരിമലയിൽ രഹന ഫാത്തിമയെ കയറ്റുവാൻ, ശബരിമലയിൽ കനകദുർഗയെ ബിന്ദുവിനെ കയറ്റുവാൻ, സരസ്വതി ദേവിയെ ഉടുതുണിയില്ലാതെ വരക്കുവാൻ, ബീഫസ്റ്റ് നടത്തുവാനൊക്കെ നിങ്ങൾ സമർത്ഥനാണ്. നിങ്ങൾ മുമ്പിലുണ്ടാവും. ചുംബന സമരം നടത്തുവാനൊക്കെ നിങ്ങൾ മുമ്പിലുണ്ടാവും. പക്ഷേ അത് ഹിന്ദു വിശ്വാസങ്ങൾ അവഹേളിക്കുവാനും ഹിന്ദുവിനെ തെറി വിളിക്കാനും അല്ലാതെ നിങ്ങളുടെ ഈ നാവ് കൊണ്ട് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് ഒരു ചെറുവിൽ നിങ്ങൾ അരക്കുമോ? എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ ഉണ്ട്. ഹിന്ദുക്കൾ അത് കണ്ടെത്തിയിട്ട് പരിഹരിച്ചിട്ടുണ്ട്. പുലയനും പറയനും അമ്പലത്തിൽ കയറിക്കൂടാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല മാറ്റിയത്, ഹിന്ദുക്കൾ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമി തിരുവടികളും മഹാത്മാ അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പണ്ഡിറ്റ് കറുപ്പൻ ആർ ശങ്കർ കുമാരനാശാൻ അങ്ങനെ തുടങ്ങി ഹിന്ദുവിന്റെ നവോത്ഥാന നായകന്മാരും ആചാര്യന്മാരും ചേർന്നിട്ടാണ് അതൊക്കെ അങ്ങോട്ട് മാറ്റിയത്. ബ്രിട്ടാസ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഹിന്ദുവിനെ അവഹേളിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ചൈന വളരുന്നുണ്ട്. ചൈനയേക്കാൾ വളരുന്നത് ശാസ്ത്ര മേഖലയിൽ ഇന്ന് ഭാരതമാണ്. താങ്കൾ ദേശാഭിമാനി മാത്രം വായിക്കുന്നുകൊണ്ടാണ് ഈ അബദ്ധം പറയുന്നത്. ചന്ദ്രയാൻ ദൗത്യം, മംഗൾയാൻ ദൗത്യം, ആദിത്യയാൻ ദൗത്യം ഒരേ സമയത്ത് നടത്തിയത് ഈ 10 വർഷത്തിനിടയിലാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് 2014 മെയ് 26 അവിടുന്ന് ഇങ്ങോട്ടുള്ള 11 വർഷക്കാലം നിങ്ങൾ പരിശോധിക്കൂ. ഈ രാജ്യത്തിന്റെ ഭൗതിക പുരോഗതി, നമ്മുടെ റോഡുകൾ, വെറുതെ മുഹമ്മദ് റിയാസൊക്കെ സെൽഫി എടുത്തിരുന്നുണ്ട്. അത് നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന റോഡാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന 6 വരി പാത. മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള 1600 കിലോമീറ്റർ റോഡ്, അതിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് 660 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകുന്നു. ഈ റോഡിന്റെ സെൽഫി ഇട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. ഭരണത്തിന്റെ നേട്ടം എന്നൊക്കെ പറഞ്ഞ്, പിണറായി സർക്കാരിന്റെ നേട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ റെയിൽവേ നോക്കൂ, നമ്മുടെ വ്യോമ ഗതാഗതം നോക്കൂ. അങ്ങനെ എല്ലാ മേഖലയിലും നമ്പർ 1 ആണ് രാജ്യം. ലോകത്ത് സാമ്പത്തിക ശക്തിയിൽ 5ാം സ്ഥാനത്താണ് ഭാരതം. ഇന്ന് ഭാരതം എന്ന് പറയുമ്പോൾ ലോകം ആദരവോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും ഭൗതിക പുരോഗതിയിലും ജനങ്ങളുടെ ജീവൻ നിലവാരത്തിലും എല്ലാം വളരെ മനോഹരമായ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കണം. അപ്പൊ കുംഭമേളയെ താങ്കൾ കാണേണ്ടത് ഈ ഭാരതത്തെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ചടങ്ങാണത്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തെ ഒന്നിപ്പിക്കുന്ന, ഈ രാഷ്ട്രത്തെ ഏകമാകുന്ന ആ ചടങ്ങ് താങ്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. കാരണം താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിയുക. നന്ദി, നമസ്കാരം.